ഞാനൊന്നൊരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പനീർ 65. ഇനി നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇത് ഞാൻ 250 ഗ്രാം പനീർ എടുത്ത് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൂൺ മൈദ, 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ലെമൺ പിഴിഞ്ഞത്, 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ കസൂരി മേത്തി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, സൺഫ്ലവർ ഓയിൽ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് ചാട്ട് മസാല. നമ്മളൊരു ബൗളിലെടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആ ബൗളിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൽ ചാട്ട് മസാല മാത്രം അതിൽ ഇടാൻ പാടില്ല, അത് നമുക്ക് ലാസ്റ്റിലിടാനുള്ളതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല കട്ടിയാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല മാവ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പനീറും ബാറ്ററും കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. പനീറും ബാറ്ററും എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ പനീർ കൈ കൊണ്ട് തന്നെ എടുത്ത് അതിലിടണം. സ്പൂൺ കൊണ്ട് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ മാവൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുമാതിരി തീ നല്ലോണം കുറച്ച് വയ്ക്കും വേണം. വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പനീറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേമാതിരി മുഴുവൻ പനീർ നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാട്ട് മസാല കുറച്ച് വെതറി കൊടുക്കുക. അത് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം വെതറി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. സൂപ്പറായ 65 റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.